ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള കിച്ചൺ എക്സ്പ്രസ്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മളൊരു ഫിഷ് കറി റെസിപ്പിയാണ് നോക്കാൻ പോണേ. ഓൾറെഡി നമ്മളെ ചാനലിൽ കുറേ ഫിഷ് കറിയുടെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യുക. അപ്പം നമ്മളെ ഫിഷ് കറിക്ക് വേണ്ടി ഞാൻ കുറച്ച് കുഞ്ഞുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഒരു മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്, ചതച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 6 തൊട്ട് 10 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു, കുറച്ച് കടുക് ഇട്ട് കൊടുത്തു, അതുപോലെ കുറച്ച് ഉലുവയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കരിവേപ്പില, നമ്മൾ ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ കുഞ്ഞുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഈ ഉപ്പിടുന്നത് ആദ്യം കുറച്ചൊന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒരു തക്കാളി ഞാൻ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കുവാണ്. അതും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മസാലകൾ ആഡ് ചെയ്യാനുണ്ട്. ആദ്യമായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ ചേർത്ത് അതിൻ്റെ പച്ച ചുവ മാറുന്നതിന് ഒന്ന് വഴറ്റി കൊടുക്കുക. കുറച്ചായിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ആദ്യം ഒരു 2 സ്പൂൺ ഇട്ട് കൊടുത്തു, അതിന് ശേഷം 1 ടേബിൾ സ്പൂണും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മുളക് പൊടിയിലൊക്കെ പച്ചമണം മാറിയതിന് ശേഷം മാത്രം നമ്മൾ വെള്ളം ആഡ് ചെയ്യുക. ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ മുളക് പൊടി എന്ന് പറയുമ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ കുറച്ച് കുടംപുളിയും കൂടെ ആഡ് ചെയ്തു. ഒരു 2 കുടംപുളി ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. അതും കൂടെ ഇട്ട് കുറച്ച് നേരം ഇതൊന്ന് കറിയൊന്ന് തിളയ്ക്കട്ടെ. ഈ കറി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രം മീൻ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതിനകത്ത് പുളിയും ഉപ്പും ഉണ്ടാകുന്ന ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക മീൻ ഇടുന്നതിന് മുന്നേ. അപ്പോൾ നമുക്ക് ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളിപ്പം തന്നെ ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ കറിയിൽ ഉപ്പ് കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപ്പ് നോക്കണമെങ്കിൽ മീൻ ഇടുന്നതിന് മുന്നേ ഒന്ന് ഉപ്പ് നോക്കുക. ഒരു നുള്ളു ഉപ്പ് കൂടി തന്നെ ഇരിക്കണം മീൻ ഇടുമ്പോൾ, അപ്പോൾ അത് ബാലൻസ് ആയിക്കോളും. അപ്പോൾ കറി നന്നായിട്ട് തിളക്കട്ടെ. നമ്മളെ ചാനലിൽ ഒരുപാട് ഫിഷ് കറിയുടെ റെസിപ്പീസ് ഉണ്ട്, കുറേ വെറൈറ്റീസ് ഉണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക, ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മളെ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രം മീൻ നന്നായിട്ടൊന്ന് കഴുകി എടുത്ത് വെച്ച മീൻ നമ്മൾ ഇതിനകത്ത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ആദ്യമേ മീൻ ഇടാൻ പാടില്ല, പൊടിഞ്ഞു പോവും. അപ്പം നമ്മൾ ഈ കറിയൊക്കെ തിളച്ചതിന് ശേഷം മാത്രം, അപ്പം നമ്മൾ ആ പുളിയൊക്കെ ഒന്ന് ഈ കറിയിൽ പിടിച്ചിരിക്കും. അതിന് ശേഷം മാത്രം നമ്മൾ മീൻ ഇട്ട് കൊടുക്കുക. കുറച്ചായിട്ട് മീൻ ഇട്ട് കൊടുക്കുക. മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 6 തൊട്ട് 7 മിനിറ്റ് മാത്രം ഒന്ന് വേവിച്ചാൽ മതി. അതിന് മുകളിൽ നമ്മൾ ഒരുപാട് നേരം ഇട്ട് വേവിക്കാൻ പാടില്ല. ഇതുപോലെ കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ തുറന്ന് വെച്ച് വേവിക്കുക. അപ്പം നമ്മൾ ആ മീനിൻ്റെ എണ്ണയൊക്കെ ഒന്ന് മിതന്ന് വന്നിരിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരുവം. നമ്മളൊരു 2 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് തുറന്ന് കറക്കി കൊടുക്കുക. സ്പൂണൊന്നും ഇടാൻ പാടില്ല. അപ്പം നല്ലതുപോലെ മുളക് കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി റെസിപ്പിയാണ്. അവസാനമായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ടാൽ നല്ല ഉഷാറായിട്ടുള്ള ഒരു മുളവിട്ട മീൻകറി റെഡിയായി. ഉറപ്പായിട്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ പറയുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.